ഹായ് കൂട്ടുകാരെ, കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ മുടിയൊക്കെ സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ദിവസം കഴിയുമ്പോൾ വാഷ് ചെയ്ത് ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് പോവാം. അപ്പോൾ അത് നമ്മുടെ പത്തനംതിട്ട ഏഞ്ചൽസിലാണ് ഞാൻ പോകുന്നത്. അനിതാസ് ഏഞ്ചൽസ് ബ്യൂട്ടി പാർലറിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ പോകുമ്പോഴത്തേന് നമ്മളിപ്പോൾ എവിടെ പോയാലും എൻ്റെ ഈ കുഞ്ഞു വാവയും കൊണ്ടേ പോകാൻ പറ്റത്തില്ല. എന്തിയേ ലക്കി, എന്തിയേ ലക്കി? ഹായ് ഹായ്. ലക്കി വാവയുണ്ട് കൂടെ. അപ്പം ഞാൻ കുറച്ച് സമയം അവിടെ പോയി ഇരിക്കുന്ന ടൈമിൽ കഴിഞ്ഞ ദിവസം പോയപ്പോൾ കുഞ്ഞിനെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു പോയത്. ഇന്ന് നമുക്ക് ഇങ്ങനെ പറ്റിയില്ല, അതിൻ്റെ ഒരു സാഹചര്യം ഇല്ലായിരുന്നു. അന്നേരം കുഞ്ഞിനെയും കൊണ്ടുവന്നിട്ടുണ്ട്, ചേട്ടനും ഉണ്ട് കൂടെ. അന്നേരം പോകാൻ നേരത്തുണ്ടല്ലോ കുഞ്ഞുവാവെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഇച്ചിരി പാടായി. ഇപ്പം ഇച്ചിരി വളർന്നു, 2.25 വയസ്സൊക്കെ കഴിഞ്ഞത് കൊണ്ട് ഇച്ചിരി വഴക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അന്നേരം നമ്മൾ ഇട്ടിട്ട് പോകുമ്പോഴത്തേനും അങ്ങ് ബഹളം തുടങ്ങും. ചേട്ടനെ കൊണ്ട് എടുപ്പിക്കും, പുറത്തിറങ്ങാൻ പറയും. വണ്ടിക്കകത്തിരിക്കത്തില്ല, പുറത്തിറങ്ങി നടക്കാനൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം വെക്കും. അപ്പം ഞാൻ കുറച്ച് സ്നാക്സും ബിസ്ക്കറ്റും അതും ഇതൊക്കെ എടുത്തിട്ടുണ്ട്. എന്നാലും പുള്ളിക്കാരന് ഇഷ്ടമുള്ള ഒരു ഐറ്റം ഉണ്ട്, ഉപ്പിലിട്ട സാധനം. എൻ്റെ കുഞ്ഞിന് 2 പേർക്കും 2 മക്കൾക്കും 2 ടേസ്റ്റാണ് കേട്ടോ. ഒരാൾക്ക് നാടൻ രീതിയിലുള്ള കംപ്ലീറ്റ് ഫുഡും ഇഷ്ടമാണ്, ഒരാൾക്ക് എന്നാൽ ചിക്കനും അങ്ങനെയുള്ള കാര്യങ്ങളെ ഇഷ്ടമുള്ളൂ. ചോറൊന്നും അങ്ങനെ കഴിക്കത്തില്ല മോൻ എന്നാൽ ചോറും ചിക്കനും ചമ്മന്തി അങ്ങനെയുള്ള എല്ലാം ഇഷ്ടമാണ്. അപ്പോൾ അവന് ഇഷ്ടമുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട്. ക്യാരറ്റ് ഉപ്പിലിട്ടത്, പേരയ്ക്ക ഉപ്പിലിട്ടത്, അങ്ങനെ ഉപ്പിലിട്ട ഐറ്റംസ്. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ വാങ്ങിക്കുന്ന ഒരു കടയുണ്ട് നമ്മുടെ പത്തനംതിട്ട തന്നെ. അപ്പോൾ കാര്യം ഇത്രയേ ഉള്ളൂ, ഞാൻ ബ്യൂട്ടി പാർലറിലോട്ട് കയറി പോകുന്ന സമയത്ത് അച്ഛനും മോനെയും വണ്ടിക്കകത്ത് ഇരുത്താനാണ്. അപ്പോൾ വണ്ടിക്കകത്തിലൊക്കെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അവന് എന്തെങ്കിലും കഴിക്കാനൊക്കെ ഉള്ളത് വാങ്ങിച്ചു കൊടുത്താൽ മതി, അവൻ കുഴപ്പമില്ലാതെ അവിടെ ഇരുന്നോളും. പിന്നെ ഇച്ചിരി പാട്ടൊക്കെ വെച്ച് കൊടുത്താൽ അതും ഇഷ്ടമാണ്, അങ്ങനെ ഇരുന്നോളും. നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന ഒരു ചേച്ചിയുടെ കടയുണ്ട് അത് മാറ്റാം. അപ്പം നമ്മുടെ പത്തനംതിട്ട തന്നെ ഒരു ചേച്ചിയുടെ കടയുണ്ട്. നമ്മൾ അവിടെ സൂപ്പറാകട്ടോ. ഈ ഉണക്ക സമയത്തൊക്കെ അവിടെ എല്ലാ ഐറ്റംസും ഉപ്പിലിട്ട്, നമ്മളെപ്പോലും പിടിച്ച് ഉപ്പിലിട്ട് വെക്കും. നമ്മൾ അങ്ങോട്ട് ചെന്ന് നിന്നു അതുപോലെ ഐറ്റം ഉണ്ട്. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ ഉള്ളതുകൊണ്ട് സാധനം കുറവാണ്. എന്നാലും നമുക്ക് അത്യാവശ്യമുള്ളതൊക്കെ ഫ്രഷ് ആയിട്ടുള്ള സാധനം കിട്ടും. കുപ്പി ഭരണിയിലൊക്കെ ഉപ്പിട്ട് വെക്കുന്നത് നമുക്ക് കാണാം അവരെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ലൈവായിട്ട് അവിടെ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നല്ല വിശ്വാസയോഗ്യമായി നമ്മുടെ വീട്ടിലെടുക്കുന്ന പോലെയുള്ള ഐറ്റമാണ്. അപ്പം ആദ്യം അവിടെ പോയി അത് വാങ്ങിക്കാം. അപ്പൊ ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്. എന്തൊക്കെയാ വാങ്ങിച്ചേ? ലക്കി പോകാൻ പറയട്ടെ. ഇത് എന്തുവാ? ഇത് കാരറ്റ് കണ്ടോ. ഇത് പൈനാപ്പിളാ. പൈനാപ്പിൾ വേണോ ക്യാരറ്റ് വേണോ? ക്യാരറ്റ് വേണം. ലക്കിക്ക് ക്യാരറ്റാ ഇഷ്ടം കേട്ടോ. ക്യാരറ്റ് ക്യാരറ്റ് ഈ പീസ് ഒരെണ്ണം 4ആയിട്ട് കീറുന്നതിന് ഒരെണ്ണത്തിന് 5 രൂപയാണ് റേറ്റ്. പിന്നെ പൈനാപ്പിളും ഇതിങ്ങനെ ഒരു പീസ് വട്ടത്തിൽ ഇങ്ങനെ ഇത് കട്ട് ചെയ്യുന്നതിന് 10 രൂപയാണ് റേറ്റ്. ഞങ്ങളിടയ്ക്ക് വരുമ്പം ഈ വഴി വരുമ്പോൾ ചിലപ്പോഴൊക്കെ, എപ്പോഴും ഒന്നും വാങ്ങിക്കത്തില്ല, വല്ലപ്പോഴൊക്കെ വാങ്ങിക്കും. ചൂട് ഉള്ള സമയത്തായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അച്ഛനും മോനും കൂടെ ഇതൊക്കെ കഴിച്ചോണ്ട് ഇവിടെ ഇരുന്നോണം കേട്ടോ. ഞാൻ അങ്ങോട്ട് പോയിട്ട് വരട്ടെ. വഴക്കുണ്ടാക്കല്ലേ? വഴക്കുണ്ടാക്കത്തില്ല എന്ന് പറ. വഴക്കുണ്ടാക്കത്തില്ല. ക്യാരറ്റ് ഇഷ്ടപ്പെട്ടോ? അത് തരാ. ആ ക്യാരറ്റ് കഴിച്ചൊന്ന് കാണിച്ച്. നല്ലതായിട്ട് കുറച്ച് എരിയൊക്കെ ഉണ്ട് കണ്ടോ. ഇന്നലെ ചേച്ചിയുടെ പേന എടുത്ത് കുത്തി ഒടിച്ച് ദേഹത്തെല്ലാം ആക്കി ഒരുവിധമൊക്കെ കഴുകി കളഞ്ഞു. എന്നാൽ ഇത് മാക്സിമത്തെ പറ്റുന്നത്രയും കളഞ്ഞു. ഇത് പോകുന്നില്ലായിരുന്നേ. ക്യാരറ്റ് തിന്നുന്നതിന്റെ തിരക്കില്ല. എന്നാൽ ഞാൻ പോയിട്ട് വരും, നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. ഇതിവിടെ ഉണ്ട്, കുഞ്ഞിന് കഴിക്കാൻ വേണ്ടിയാ. കളർ ചെയ്തിട്ട് വാഷ് ചെയ്യാനായിട്ടാണ്.
അറിയത്തില്ല. കളർ ചെയ്തതിന് ശേഷം വരുന്ന വരവാണ്. ഇന്നും ചിരിച്ചുകൊണ്ടാണ് വരുന്നത്. സന്തോഷമാണെന്ന് തോന്നുന്നു. വ്യത്യാസമുണ്ടോ? കൊള്ളാലോ. നരയൊക്കെ മാറി. ആ ശരിയാ, അല്ലേ? നര മാറി. ഓക്കെ, പിന്നെ കളർ ചെയ്തു. പിന്നെന്തൊക്കെ ചെയ്തു? ക്ലീനപ്പ് ചെയ്തു. എന്തുവാ? മുഖത്ത് ഒന്ന് ക്ലീനപ്പ് ചെയ്തു. ഒന്ന് ത്രെഡ് ചെയ്തു. ഇതൊക്കെ പെട്ടെന്ന് പ്ലാൻ ചെയ്തായിരുന്നു. ഒന്നും നേരത്തെ വിചാരിച്ചല്ല ഇതൊന്നും. അവിടെ നിന്നപ്പോൾ സമയം ഉണ്ടായിരുന്നു. ചേട്ടൻ വരാൻ കുറച്ച് താമസിക്കുമെന്ന് പറഞ്ഞു. അന്നേരം പിന്നെ ഇതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ മേക്കപ്പ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ലിപ്സ്റ്റിക് എൻ്റെ ബാഗിൽ എപ്പോഴും ഉള്ള ഒരു ഐറ്റമാണ്. പിന്നെ അതെടുത്ത് കുറച്ച് തേച്ചു. മേക്കപ്പ് ഒന്നും ആയിട്ടില്ല, ഇനി ഇടണം. കൊള്ളാം കേട്ടോ, കുഴപ്പമില്ല. ഇപ്പോഴാ ഉണ്ടോ? നരയെല്ലാം മാറിയപ്പോഴേ അടിപൊളിയായി. കൊള്ളാം, താങ്ക് യു. അപ്പൊ ഇത്രയും നേരം ഇപ്പൊ 2:30 ആയല്ലോ, ഒന്നും കഴിച്ചില്ലല്ലോ. എന്ത് ചെയ്യുന്നേ? പിന്നെ അതിന്റെ ഇടയ്ക്ക് ചെറുക്കനെന്തിയേ? മോനെന്തിയേ? കുഞ്ഞാവ കൂടെ ഉണ്ടായിരുന്നല്ലോ. കുഞ്ഞാവയെ കൊണ്ട് ചേട്ടൻ വീട്ടിൽ വിട്ടു. അമ്മയും പപ്പയും ഇടയ്ക്ക് ബാങ്കിലോട്ട് ഇറങ്ങി. ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചാ രാവിലെ വന്നേ. പപ്പയും അമ്മയും ബാങ്കിൽ ഇറങ്ങിയ സമയത്ത് ഞങ്ങൾ ഇങ്ങോട്ട് വന്നായിരുന്നു. പിന്നെ ഇടയ്ക്ക് പപ്പയൊക്കെ തിരിച്ച് റെഡിയായ സമയത്ത് അവ കഴിഞ്ഞപ്പോഴത്തേന് ചേട്ടൻ അവരെ കൊണ്ടുവിടാൻ പോയിട്ട് പിന്നെ എന്നെ വിളിക്കാനായിട്ട് ഇപ്പൊ വന്നതാ. അപ്പൊ കുഞ്ഞിനെ വീട്ടിലാക്കിയിട്ടാ ഇപ്പൊ അവൻ ഭയങ്കര വഴക്കായിരുന്നു. വഴക്കെന്ന് പറഞ്ഞാൽ അവനിപ്പോ വെളിയിൽ ഇറങ്ങണം. പിന്നെ ഞാൻ കുറച്ചൊക്കെ ഇതിലേക്ക് കൊണ്ട് നടന്നു. അവൻ ബിസ്ക്കറ്റ് ഒക്കെ കഴിച്ചുള്ളൂ. ഇത് പിന്നെ ഒരു പീസ് കൂടെ കഴിച്ചുള്ളൂ. എന്താന്നറിയാം, അതിന് ഇച്ചിരി എരിവുണ്ടായിരുന്നു. ഒരു കാര്യം ചെയ്തെടുത്ത് കഴിക്കേ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ ഇഷ്ടമാണ്. ക്യാരറ്റും ഇഷ്ടമാണ്, പൈനാപ്പിളും ഇഷ്ടമാണ്. ഒരു പീസ് എനിക്കതാ. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ? കഴിച്ചിട്ട് ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം ചോറുണ്ണാൻ. ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. നമ്മൾ ചെയ്തെടുത്ത കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്നും ഇവിടെ ആളുകൾ ഒരുപാട് വരുന്നുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരുമ്പോഴത്തേന് പ്രത്യേക ഒരു റൂമൊക്കെ ഉണ്ട് കുഞ്ഞുങ്ങളെ ഇരുത്താൻ. ഇതാണ് സ്ഥാപനം. കുഞ്ഞുങ്ങളെ ഇരുത്താനും ഒക്കെ ആയിട്ട് ഇവിടെ നല്ല ഫെസിലിറ്റി ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അച്ഛന്മാരും കൂടെ വന്നു കഴിഞ്ഞാലും ബുദ്ധിമുട്ടൊന്നുമില്ല. കുഞ്ഞുങ്ങളുമായിട്ട് അവിടെ ഇരിക്കാൻ പറ്റും. പിന്നെ ചേട്ടൻ കയറി വരത്തില്ല. അതിപ്പോൾ എവിടെ ആയാലും വേറെ അച്ഛന്മാരും കുഞ്ഞുങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. മാമോദിസയുടെ ഒരു കുഞ്ഞു ആവയുണ്ട്, 11 മാസമുള്ള. അപ്പം ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുകയായിരുന്നു. ചേട്ടൻ വരാൻ ലേറ്റ് ആയപ്പോഴത്തേനും. നല്ലൊരു എക്സ്പീരിയൻസാണ്. എല്ലാ സ്റ്റാഫാണെങ്കിലും സ്ഥാപനമാണെങ്കിലും എക്യുപ്മെൻറ്റ്സ് ആണെങ്കിലും എല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കൂടുതൽ നീട്ടുന്നില്ല. ഇന്നത്തെ നമ്മളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ. ചേട്ടനും കൊണ്ടൊരു ബൈ പറ. ബൈ. ഞാൻ പുറകിലിരുന്ന് ബൈ.